വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്കിന്നത്തെ ഗോൾഡിൻ്റെയും US ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായി ഗോൾഡിൻ്റെ വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, താഴെ നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയൊരു ഏരിയയാണ്. നല്ലൊരു കൺസോൾട്ടേഷൻ നടത്തി മുകളിലോട്ട് പോയൊരു ഏരിയയാണ്. ആ ഒരു ഏരിയയെ സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഇംബാലൻസ് അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്ന ഒരു ഏരിയയും കൂടിയാണ് അത്. അപ്പൊ അതിലൊരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതിന്റെ തൊട്ടു മുകളിൽ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, ഇന്നലെ മാർക്കറ്റ് അവിടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇറങ്ങി വന്നു കഴിഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ടാണ് കറന്റ്ലി നിൽക്കുന്നത്. കാരണം മാർക്കറ്റ് അവിടെ പോയി അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എനിവേ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ മാർക്കറ്റ് പലതവണ റെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് വലിയൊരു സപ്ലൈ നടന്നാണ്. ഓരോ തവണ അവിടേക്ക് വരുന്ന സമയത്ത് നല്ല വലിയ ക്യാൻഡിൽസ് കാണാം, നല്ല സെല്ലിംഗ് ക്യാൻഡിൽസ് കാണാം. ഇത്തവണയും അത്യാവശ്യം മോശമില്ലാത്തൊരു സെല്ലിംഗ് ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്. എനിവേ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് US ഡോളറിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുന്ന ആളുകൾ നല്ലൊരു പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ 4 അവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തൊന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നല്ലൊരു അത്യാവശ്യം മോശമില്ലാത്തൊരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ അത് എവിടം വരെ പോകും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 4 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് നോക്കിയാൽ കാണാം, ഇതൊരു നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് 2 തവണ അതിനെ അപ്രോച്ച് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട്. മാത്രമല്ല ആ റെസിസ്റ്റൻസ് ഏരിയയിൽ തന്നെ ഒരു നല്ലൊരു ഇംബാലൻസും കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഒരു ഇംബാലൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നു ഒന്ന് ഈ ഒരു ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് കിട്ടിയതാണ്. മാത്രമല്ല ഇവിടെ ഒരു ഇംബാലൻസ് പ്ലസ് ഒരു സപ്പോർട്ടും ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 4 അവറിൽ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞ് ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞ് ഒന്ന് മുകളിലോട്ട് വീണ്ടും പോകുന്നുണ്ട്. അപ്പൊ മുകളിലോട്ട് പോയി എത്തി നിൽക്കുന്നത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഇംബാലൻസ് ഏരിയയിലാണ്. ഒരുപക്ഷെ ആ ഏരിയനെ വീണ്ടും കടന്ന് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ക്യാൻഡിൽസ് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതൊരു നല്ലൊരു ബെയറിഷ് ക്യാൻഡിലായിട്ട് താഴോട്ടേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഈ ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് മാർക്കറ്റ് എത്തേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെയായിരിക്കും. ഈ 2 ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണാം. മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരു തവണ വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, അതായത് കറന്റ്ലി മാർക്കറ്റ് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ ഇതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ കറന്റ്ലി നിൽക്കുന്ന ഇതിൽ ബൈയോ സെല്ലോ സാധ്യത ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടി നോക്കാം. 50 മിനിറ്റ്സിൽ കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം മാർക്കറ്റ് ഇവിടെ വന്ന് നല്ല രീതിയിലൊന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50 മിനിറ്റ്സിൽ ഈ ഒരു ലോയുടെ താഴെ, അതായത് നല്ലൊരു ക്യാൻഡിലോട് കൂടിയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലൈനിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കോ ആയിരിക്കാം ആ ഒരു സെല്ലിംഗ് ടാർഗറ്റ് കിട്ടുന്നത്. ഇനി ബൈ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും പതുക്കെ മാർക്കറ്റ് ബിൽഡ് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റിന് ബ്രേക്കിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വീണ്ടും അവിടെ നിന്നൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയും വരുന്നത് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ വരച്ച ഈ ഒരു ലൈനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. അവിടെ നിന്ന് വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും ഇതിന്റെ മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവാം. ഇന്നലത്തെ ഹൈ എടുത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ട് നമുക്ക് റിയാക്ഷൻ നോക്കിയാൽ മതി. ഈ ഏരിയയിൽ വന്നിട്ട് നോക്കിയാൽ മതി.
അപ്പോൾ അത്രയാണ് ഇന്നത്തെ ബൈ ആൻഡ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. എന്തായാലും ലൈവ് മാർക്കറ്റിൽ എങ്ങനെ സംഭവിക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്നുള്ള ബേസ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കേണ്ടി വരും. നമുക്ക് ഇപ്പോഴത്തെ അനാലിസിസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾക്ക് കിട്ടിയ അവൈലബിൾ ആയ റിസോഴ്സിനെ കിട്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. ലൈവ് മാർക്കറ്റിലാണ് ആക്ച്വലി മാർക്കറ്റ് മൂവ്മെന്റ് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഇനി നമുക്ക് ഓയിലിലേക്ക് പോവാം. ഫോർവേഡിലേക്ക് വരുന്ന സമയത്ത് ഇന്നലെ മാർക്കറ്റ് ആ ഒരു ഡീപ്പ് പുൾ ബാക്ക് എടുത്ത ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഏരിയനെ കുറിച്ചിട്ട് ഇന്നലത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് അപ്രോച്ച് ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഫോർവേഡിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു ലൈൻ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ട്രേഡ് ചെയ്തിട്ടേ ഇല്ല. ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അവിടെ വന്ന് ഓരോ തവണയും റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷെ ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉള്ളതായിരുന്നു. അതൊരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇല്ല. ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി മാത്രം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 1 അവർ ചാർട്ടിലോട്ട് പോവാം. 1 അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് ആ ഒരു ഏരിയ ഇന്നലെ വീണ ഏരിയനെ അപ്രോച്ച് ചെയ്തിട്ട് വീണ്ടും ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. വീക്ക്നെസ് കാണിച്ചിട്ട് 1-2 ക്യാൻഡിലൊന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് പോവോ അത് താഴോട്ടേക്ക് വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. എനിവേ 1 അവറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയതിനു ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ്, അതല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈ റെസിസ്റ്റൻസിന്റെ ഈ വരച്ച ലൈനെ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് 1 അവറിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അവിടേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ഉണ്ട്. ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് 1 അവറിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ്. അപ്പൊ ഇതിനൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെയുണ്ട് നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ. നോക്കിയാൽ കാണാം മാർക്കറ്റ് പല തവണ വന്നിട്ട് ഈ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് റിയാക്ഷൻ എടുത്ത് മുകളിലോട്ട് പോയ ഒരു ഏരിയ ആണ്. അപ്പൊ അതിന് നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പൊ ഇത്രയാണ് 1 അവറിൽ നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ബിൽഡ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടിനെ എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. ഒരുപക്ഷെ അത് മുകളിലോട്ട് പോയി നമുക്കൊരു എൻട്രി അല്ലെങ്കിൽ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ഇതിന്റെ ഈ ഒരു ഹൈയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് ഒരുപക്ഷെ വീണ്ടും റിജക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ വരും. റിയാക്ഷൻ വരുമ്പോൾ സമയത്ത് മാത്രമേ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ്പോൾ 50 മിനിറ്റ്സിൽ എങ്ങനെയാണ് കാണുന്നത്? സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. നോക്കിയാൽ കാണുന്ന ട്രെൻഡ് ലൈൻ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ നല്ലൊരു സ്ട്രോങ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ഇംബാലൻസിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് 1-2 തവണ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റീടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴെല്ലാം മുകളിലോട്ട് പോകാനുള്ള ഒരു ത്വര തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാതിരിക്കുകയായിരിക്കും നല്ലത്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമായിരിക്കണം സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത്. പക്ഷെ ഇവിടെ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ മിക്കവാറും നല്ലൊരു ക്യാൻഡിലോട് കൂടി ഇവിടെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും ബൈ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇനി മറ്റൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ താഴെ വന്നതിന് ശേഷം മാത്രമാണ്. എങ്കിലും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ 1 അവറിന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയകൾ ഉണ്ട് അവിടെ. അപ്പോൾ അവിടേക്ക് വെക്കാൻ നോക്കുക. നേരത്തെ ഗോൾഡിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതല്ല ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അനാലിസിസ് പലപ്പോഴും തെറ്റാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. ട്രേഡ്റൂട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. അതോടൊപ്പം തന്നെ ട്രേഡ്റൂട്ടിന്റെ വാട്സ്ആപ്പ് ചാനലുണ്ട്, അതിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള ആശംസിക്കുന്നു. അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കുക.